കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യത്തെ ട്രയലാണ് മേൽപ്പാലങ്ങളുടെ അടിവശം ഉദ്യാനമാക്കുക. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളറിഞ്ഞോ, കൊല്ലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു തുറന്ന പാർക്കാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊല്ലം നഗരത്തിൻ്റെ മധ്യഭാഗത്ത് നാഷണൽ ഹൈവേയുടെ വശങ്ങളിലായി ഒരു മേൽപ്പാലത്തിൻ്റെ അടിവശം ഉപയോഗശൂന്യമായി കിടന്നതിനെ രൂപമാറ്റം വരുത്തിയാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കൊല്ലം കോർപ്പറേഷനും സംയുക്തമായി ചേർന്ന് ഒരുക്കിയെടുത്തിട്ടുള്ളത്. ഇവിടെ പൊതുജനങ്ങൾ കുടുംബസമേതം വൈകുന്നേരങ്ങളിൽ കുട്ടികളുടെ കലാകായിക വികസനത്തിനും മുതിർന്നവരുടെ തന്നെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻറ്റിനും എൻജോയ്മെൻറ്റിനും വേണ്ടി വളരെ സൗമ്യമായി കളികളിലേർപ്പെടാവുന്ന തരത്തിൽ ഒരുക്കിയെടുത്തിട്ടുള്ളത് അഭിനന്ദനാർഹമാണ്. ഇന്ന് ഇവിടെ വൈകുന്നേരങ്ങളിൽ എത്തിച്ചേരുന്ന ജനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും കൊല്ലത്തിൻ്റെ വികസനത്തിന് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൗൺസിലർമാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഇത് പൂർണ്ണമായും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യ സംരംഭമാണ്. അത് കൊല്ലത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തുകയും ഇനി സംസ്ഥാനത്തൊട്ടാകെ വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്. പൊതുജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ സംരംഭത്തിന് കൊല്ലം നിവാസികളുടെ പ്രത്യേക നന്ദി. ഇനി പകൽ വെളിച്ചത്തിൽ ഈ സ്കേറ്റിംഗ് പാർക്ക് ഒന്ന് വിശദമായി കണ്ടാലോ? വരും. പ്രസിദ്ധമായ പീരങ്കി മൈതാനത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. കൊല്ലം SN കോളേജിന് സമീപം റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായി കൊല്ലം മുനിസിപ്പൽ ടൗൺ ഹാളിൻ്റെ സമീപ പ്രദേശത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിലാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ടേൺ എടുത്ത് വരുമ്പോൾ നമുക്ക് ഈ പാർക്ക് ദൃശ്യമായി തുടങ്ങും. നമുക്ക് കാണാം ഈ മേൽപ്പാലത്തിൻ്റെ താഴെ ഒരുക്കിയിട്ടുള്ള അതിമനോഹരമായ ഉള്ള സ്ഥലത്ത് വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കേറ്റിംഗ് പാർക്ക്. പ്രധാനമായും വയോജനങ്ങൾക്ക് ഉപയോഗപ്രദമാവട്ടെ എന്ന ഉദ്ദേശത്തിലാണ് നിർമ്മിച്ചതെങ്കിലും മേൽപ്പാലങ്ങളുടെ അടിവശം അതുപോലെ പാർക്കും അതുപോലെ തന്നെ വിശ്രമ സങ്കേതങ്ങളും ഒരുക്കുന്നത് ഒരു മാതൃകയാക്കേണ്ടതാണ്. എന്നാൽ തിരുവനന്തപുരം കൊല്ലം നാഷണൽ ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് കൂറ്റൻ മതിലുകൾ രണ്ട് ഭാഗത്തെയും വേർതിരിക്കുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള പാർക്കുകൾ നിലനിർത്താൻ കഴിയാത്തത് അതിൻ്റെ മെയിൻ്റനൻസ്, സേഫ്റ്റി മുൻനിർത്തിയാണെന്നാണ് അറിയുന്നത്. ഒരു വശത്ത് നാഷണൽ ഹൈവേ, ഉച്ചനേരമായതുകൊണ്ട് തിരക്ക് കുറഞ്ഞതാണ്. ഓഹോ, പകൽ സമയത്തും ഇവിടെ ചെസ് കളിക്കുന്നവരുണ്ട്. വളരെയേറെ ഏകാഗ്രത ആവശ്യമുള്ള ഈ ചെസ് കളിക്ക് കളിക്കാരുടെ മനസ്സിപ്പോൾ ഇതുപോലെ നിശബ്ദമായിരിക്കും. നീക്കേണ്ട കരുക്കളെക്കുറിച്ചുള്ള ചിന്ത മാത്രം. ഒരു വശത്തായി പ്രസിദ്ധമായ കൊല്ലം SN കോളേജിൻ്റെ ബിൽഡിംഗ് കാണാം. ഇതിന് തൊട്ടെതിർവശം കൊല്ലം ടൗൺ ഹാളാണ്. കളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിനോദത്തിനായി നടത്തുന്ന ഈ ചെസ്സ്
സാധാരണ കളിക്കാർ മാത്രം ബുദ്ധി ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ കാണികൾക്കും അവരുടെ ബുദ്ധി വികസിപ്പിക്കാനുള്ള അവസരമാണ്. പക്ഷേ കളിക്കാരെ യാതൊരു വിധത്തിലും അവർ സഹായിക്കാറില്ല. കളിക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ കളി തുടരുന്നു. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ കാണണ്ടേ? ഇനി ഇതിൻ്റെ നേരെ എതിർവശത്ത് നമുക്ക് ട്രെയിനെയും കാണാം. പാരലായിട്ട് ഹൈവേയും റെയിൽവേ ട്രാക്കും പോകുന്ന കൊല്ലത്തിൻ്റെ ഒരു വിസ്മയമാണ് ഈ ഏരിയ. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അടുത്തായതുകൊണ്ട് ട്രെയിനുകൾ വളരെ സ്ലോ ആയിട്ടാണ് ഇവിടെ നീങ്ങുന്നത്. അതും വളരെ രസകരമാണ്. പിന്നെ ഈ കൊടും വേനലിലും ഉച്ച സമയത്തും ഇവിടെ വീശിയടിക്കുന്ന കാറ്റിന് ഒരു കുറവുമില്ല. ഫാമിലിയായി എല്ലാ നേരത്തും മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഈ കളികൾ കാണാനും ഇവിടെ എൻജോയ് ചെയ്യാനും സമയം ചെലവിടുന്നു. കൊല്ലത്തിൻ്റെ മെയിൻ ആകർഷണം കൊല്ലം ബീച്ചായിരുന്നു. ഇപ്പോൾ കുറേയേറെ ആൾക്കാർ ബീച്ചിൽ പോകുന്നതോടൊപ്പം തന്നെ ഈ പാർക്കിലും വന്ന് സമയം ചെലവിടുന്നതായി കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ മേൽപ്പാലങ്ങളുടെ താഴ്വശം പാഴായി പോകാതെ പ്രയോജനപ്രദമാക്കുന്ന ഒരു പദ്ധതി ഒരുപക്ഷെ സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് കൊല്ലത്ത് അവതരിപ്പിച്ചതെന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെ മനുഷ്യർക്ക് സ്വസ്ഥമായി രാവും പകലും വേണ്ടി വന്നാൽ വിശ്രമിക്കാനുള്ള, സ്വസ്ഥമായിരിക്കാനുള്ള ഇടങ്ങൾ ഇനിയും ഉണ്ടായി വരട്ടെ. ആശംസകൾ. വിശ്രമിക്കുന്നവർക്കായി ക്ഷീണമകറ്റാനായി കോഫി ആൻഡ് സ്നാക്ക് ബാറുകളും പ്രവർത്തന സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഈ മേൽപ്പാലങ്ങളുടെ താഴ്വശം അനാഥമായി കിടന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും വൃത്തിയായി കണ്ടിരുന്നെങ്കിൽ. ഇപ്പോൾ അത് അതിമനോഹരമായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.